ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. തൊട്ടടുത്തല്ല കേട്ടോ, കുറച്ചധികം തന്നെ നടന്നു പോയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാർക്കിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് ജിദ്ദ ബസ്സാണ്. ഇതിലെങ്ങനെ നടന്നു പോയാൽ ഞങ്ങളുടെ സ്വന്തം പാർക്കിലേക്ക് എത്തും. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ഇങ്ങോട്ട് നടക്കാനെല്ലാം വേണ്ടി ഈവനിങ് ആയാൽ ഇറങ്ങും. നടക്കേണ്ടവർക്ക് കളിക്കാം, കുട്ടികൾക്കെല്ലാം കളിക്കാനും ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. കണ്ടോ എത്ര ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഈ ഗാർഡൻ്റെ അപ്പുറത്തെ ആ ഒരു സൈഡിൽ ലേക്കാണ് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ലേക്ക് കാണാൻ കഴിയും. കണ്ടോ ആ സൈഡിൽ കുറേ ബഗ്ഗി നിർത്തിയിട്ടിട്ടുള്ളത്. ഇവിടെ ബഗ്ഗി റൈഡും ഉണ്ട്. ഈ പാർക്കെല്ലാം ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ബഗ്ഗി യൂസ് ചെയ്യേണ്ടവർക്ക് ബഗ്ഗി യൂസ് ചെയ്യാം. എന്താ അവിടെയെല്ലാം കുറേ ബഗ്ഗി ഉണ്ട്. ബഗ്ഗി റൈഡിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നവരും കുറേ പേരുണ്ട്. നടക്കേണ്ടവർക്ക് നടക്കുക, കളിക്കേണ്ടവർക്ക് കളിക്കുക, ബഗ്ഗി റൈഡ് ചെയ്യേണ്ടവർക്ക് റൈഡ് ചെയ്യാം. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഏരിയ ഉണ്ട് ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങളിവിടെ എല്ലാം ഇരുന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാറുണ്ട്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. ഋഷി സ്ട്രോളറിലേക്ക് ജിദ്ദയിൽ ഇപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റാണ്. ഈ ചൂട് ക്ലൈമറ്റിൽ ഈ ഒരു ഗാർഡൻ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നത്. മെയിൻ്റനൻസ് വർക്ക് നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഗാർഡൻ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ളത്. നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാനെല്ലാം പറ്റിയ ഇങ്ങനെ പുല്ലിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഏരിയ തന്നെ കുറച്ച് അപ്പുറത്തുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്, അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ആ സൈഡ് ലേക്കാണ്. ആ ഒരു ബിൽഡിങ്ങിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സെൻട്രലായിട്ടൊരു ബ്ലാക്ക് പോർഷൻ കാണുന്നുണ്ടല്ലോ, അതൊരു ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കാം. അത് ഒരു ഗ്ലാസ്സാണ്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ സെൻട്രലായിട്ട് ഒരു ഗ്ലാസ് ഇട്ട് കാണിക്കുന്നതാണ്. പക്ഷെ അത് നൈറ്റ് വ്യൂവിൽ അവിടെ ലൈറ്റ് എല്ലാം ഓണായിട്ട് നമുക്കിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കഴബ കാണുന്ന പോലെ കാണും. അതിന് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അത് ആ ബഗ്ഗി റൈഡിൽ പോകുന്നവർ കണ്ട ഈ ഗ്രാസിലൂടെ ഒരു പാത്വേ എല്ലാം കൊടുത്ത് നല്ല ഭംഗി ആയിട്ടുള്ളത്.
സൈഡിലെല്ലാം കുറേ ബെഞ്ചുണ്ട്, ബെഞ്ചിലിരിക്കേണ്ടവർക്ക് ബെഞ്ചിലിരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാസ്, പുല്ലുള്ള ഏരിയ. ഇവിടെ എല്ലാം ഒരുപാട് ഫാമിലീസ് വന്ന് ഇരുന്ന് ചില്ല് ചെയ്യുന്ന സ്ഥലമാണ്. ഞങ്ങളും കുറേ സ്നാക്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികളെല്ലാം ഇവിടെ ഇരുന്ന് സ്നാക്സ് എല്ലാം കഴിച്ച് എൻജോയ് ചെയ്ത്. എനിക്ക് ഈ പുല്ലിൽ ചെരുപ്പെല്ലാം അയച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് കാര്യമാണത്. നല്ല തിക്ക് ഗ്രാസാണിത്. ഇവിടെ ചെരുപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ഈ ഗ്രാസിൽ നടക്കാൻ നല്ല രസമാണ്. നല്ല ചൂടായതുകൊണ്ട് ബോട്ടിൽ വെള്ളമെല്ലായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു എയ്റോപ്ലെയിൻ പോകുന്നുണ്ടോ? ഓരോ 2-3 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ എയ്റോപ്ലെയിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ കഴിയും. രാത്രിയായി. നൈറ്റ് വ്യൂ വേറെ തന്നെ ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ലൈറ്റ്സ് എല്ലാം ഓണായി. നൈറ്റ് വ്യൂ കാണാൻ വേറെ തന്നെ ഭംഗിയാണ്. എനിക്ക് ഈവനിങ് പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ആ രാത്രി ആവുന്നതിന് മുമ്പുള്ള ആ ഒരു ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ നൈറ്റ് വ്യൂ അത് വേറെ തന്നെ ഭംഗിയാണ്, അതും ആസ്വദിക്കാൻ കഴിയും. കണ്ട ലൈറ്റ്സ് എല്ലാം ഓണാകുമ്പോൾ വീഡിയോയിൽ കണ്ടത് ആ ഒരു പള്ളിയാണ്. പള്ളിയെല്ലാം ലൈറ്റ്സ് എല്ലാം ഓണായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കണ്ട ഗാർഡൻ എത്ര ഭംഗിയാണ് രാത്രിയായി ലൈറ്റ്സ് എല്ലാം ഓണായപ്പോൾ. വീഡിയോയിൽ ആ ഭംഗി കിട്ടുന്നില്ല കേട്ടോ. റിയലായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോയിൽ ലൈറ്റ്സ് ഓണായപ്പോൾ ആ ഭംഗി അത്ര തന്നെ ഇല്ല. ഇതാണ് ആ ലേക്ക്. ഈ ലേക്കിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു ഗാർഡൻ ഉള്ളത്, ഈ ഒരു പാർക്ക്. ഒരു ദിവസം കുറച്ച് വീഴും താനോ. ഗണേഷ് എന്ത് ഭംഗിയാല് അങ്ങോട്ട് അവിടെ പോവാ. പോവാം. ഈ പള്ളി തലവെട്ട് പള്ളി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. പണ്ട് കാലത്തെല്ലാം ജിദ്ദയിലെല്ലാം ക്രൈമെല്ലാം ചെയ്തവരെ തലവെട്ടുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, അങ്ങനെ ആ തലവെട്ട് നടക്കുന്ന ഒരു പള്ളിയായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ തലവെട്ടലൊന്നുമില്ല, ഒരു നോർമൽ പള്ളി. ആ പള്ളിക്ക് ചുറ്റുമായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് എല്ലാം ഇവിടെ വരാറുണ്ട് കേട്ടോ. ഉംറയ്ക്കും ഹജ്ജിനെല്ലാം വരുന്നവർ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണിത്. ഈ പള്ളീൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിലെല്ലാം ലൈറ്റ്സ് എല്ലാം ഓണായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികൾ ഇവിടെയെല്ലാം ഇരുന്ന് ഒരുപാട് സമയം കളിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഞങ്ങൾക്ക് എൻ്റെ കുട്ടികളാണ് ഇവിടെ അല്ലേ.
ഇവിടെ ഇല്ലട്ടാ, 2 എണ്ണാണ് അതില്. എന്ത് ഭംഗിയാണല്ലേ, എന്ത് ഭംഗിയാ നോക്ക് നിഷു. ഈ ഭംഗി നോക്കി നിന്നാ പിന്നെ തിരിച്ചു പോവാനൊന്നും തോന്നാറില്ല കേട്ടോ, ഇത്രയൊക്കെ ഭംഗിയാണ്. ഋഷിമോൻ കൊറേ പറഞ്ഞു പോവണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. ഇറങ്ങിക്കോട്ടെ, ഋഷി ഇറങ്ങിയിട്ട് തണുത്ത് ഇറങ്ങാം. അവിടെയൊക്കെ ഇടയിൽ കുറേ ബെഞ്ചെല്ലാം ഉണ്ട് കേട്ടോ, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാനെല്ലാം വേണ്ടി. അത് ഇടയിലെല്ലാം കുറേ ബെഞ്ചുകളുണ്ട്. രണ്ട് മൂന്ന് റോഡെല്ലാം ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇനി നമുക്ക് പോവാൻ. ഇത്രയും തിരക്കുള്ള റോഡാണെങ്കിലും സീബ്ര ലൈനെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത് അത്ര ടാസ്ക് അല്ല. പിന്നെ സിഗ്നലുള്ള സ്ഥലത്തു നിന്നെല്ലാം റോഡ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ കുട്ടികളെല്ലാം കൊണ്ടാണല്ലോ ഇത്രയും റോഡെല്ലാം ക്രോസ് ചെയ്ത് ഈ പാർക്കിലേക്ക് പോണത്. വെയിറ്റ് 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 ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഞങ്ങൾ തിരിച്ച് പോവാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായി, വീടിൻ്റെ അടുത്ത് എത്താനായി.